ഞാൻ എൻ്റെ ബേക്കിംഗ് ജേർണിയിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആണ് കേട്ടോ ഈ ഒരു വർക്ക് സ്പേസ് എടുത്ത് മാറുക എന്നുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം വേറൊന്നുമല്ല, ഈ നല്ലൊരു മഴയത്തൊക്കെ വീട്ടിൽ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ആ ഒരു മഴയൊക്കെ ആസ്വദിച്ചിരിക്കുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. എനിക്കെന്തായാലും ആ ഒരു വൈബും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കിന്ന് രാവിലെ 10 മണിക്ക് ഒരു കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് സ്പേസിൽ എത്തിയ ഉടനെ നമ്മൾ ആ ഒരു കേക്കിൻ്റെ വർക്കിലോട്ടാണ് കിടക്കുന്നത്. ഇതൊരു കുറുമി തീം കേക്കാണ് കേട്ടോ. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കറക്റ്റ് എനിക്ക് ഈ ഒരു കാർട്ടൂണിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. കസ്റ്റമർ നമുക്ക് റെഫറൻസ് ഒക്കെ അയച്ചു തന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാർട്ടൂൺ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു കേക്കിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് ദേ ഡെലിവറിക്ക് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് ഡെലിവറി ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കേക്കുകൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അത് രണ്ടും ഒരേ ഡിസൈനിലുള്ള കേക്കുകളായിരുന്നു. ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് മൂവിങ് ആയിട്ടുള്ള ഒരു വിൻറ്റേജ് തീമായിരുന്നു രണ്ടും ഉണ്ടായിരുന്നത്. അങ്ങനെ ആ 2 കേക്കുകളും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്നെ ഒരു ടോൾ കേക്കാണ്. സൈഡിൽ റൊസറ്റ ഡിസൈൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ഹണി കേക്കാണ്. ടോപ്പിൽ കുറച്ച് ഗനാഷൊക്കെ ഒഴിച്ചിട്ട് ഇതേപോലെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കേക്കുകളൊക്കെ പിക്ക് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരോ കേക്കുകളായിട്ട് നമ്മളിതേ കൊടുത്ത് തീർത്തിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് നമുക്കൊരു പേസ്ട്രീസിൻ്റെ ഓർഡർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. റെഡ് വെൽവെറ്റ് പേസ്ട്രീസാണ്. 60 പീസായിരുന്നു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഓരോരോ നോസിൽ വർക്ക് കൊടുത്തിട്ട് ഒന്ന് അടിപൊളിയാക്കി എടുക്കുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഭംഗി അടിപൊളിയായിരുന്നു.